നല്ല രസമാണ്. ആദ്യം നല്ല വിഷമമുണ്ട്, ഒരുപാട് വർഷം ഒരുമിച്ച് പഠിച്ചിട്ട് പെട്ടെന്ന് പോകണമുണ്ട്. പക്ഷെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഉണ്ട്. +1 അടുത്ത് നമ്മൾ അടുത്ത ഘട്ടത്തിലായിട്ട് പോകുമ്പോൾ ഈ സ്കൂൾ മിസ് ചെയ്യും, കൂട്ടുകാരെ എല്ലാവരും മിസ് ചെയ്യും. കുഴപ്പമില്ല, പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നു. ഇനി ഇതുപോലത്തെ ഒരു ജീവിതം നമുക്കിനി തിരിച്ചു കിട്ടത്തില്ലല്ലോ. അത്രയധികം സന്തോഷിച്ചും വിഷമത്തോടെയും തുടങ്ങിയത് ഇപ്പോൾ വിഷമത്തോടെ മുഴുവനായിട്ട് തീരാൻ പോവുകയാണ്. ഞങ്ങളെ കൂടെ ഇനി പഠിച്ചവരൊന്നും കൂടെ കിട്ടില്ലല്ലോ, ഓരോരുത്തരും ഓരോ സ്കൂളിലായിട്ട് മാറിപ്പോവുകയല്ലേ. ക്ലാസ്സിലുള്ള എല്ലാവരും ഫ്രണ്ട്സ് തന്നെ, നല്ല കമ്പനിയാണ് എല്ലാവരുമായിട്ട്. നല്ല വിഷമമാണ്. I really miss you. Lots of memory together with us. One bench plus 3 bonds forever. Wait. Love you, D. Trio best friends ആണ്. ഞാൻ ഇവിടെ 7 മുതൽ വന്നു, പക്ഷേ 9 പകുതി ആയപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്തത്. പിന്നെ പിരിയാൻ പറ്റാത്ത അവസ്ഥയായി. അവസാന ദിവസം ഇനി എപ്പോഴാണ് മീറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ കിട്ടോ ഇല്ലേന്ന് നമുക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് അതിന്റെ സങ്കടമെല്ലാം മിസ് ചെയ്യണമുണ്ട്. ക്ലാസ്സിലിരിക്കുന്ന മെമ്മറീസ് ആയിരിക്കും. ഈ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരാത്ത, ചിലപ്പം അവർക്ക് ബിസി ആയിരുന്ന ടൈമത്ത് നമ്മൾ ക്ലാസ്സിൻ്റെ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പം പാട്ട് പാടി, പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് വാരിക്കൊടുത്ത് ആ ടൈമൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. എങ്ങനെ സന്തോഷിക്കുക, എല്ലാവരും പല വഴിയിൽ എല്ലാവരും പോകും, പിന്നെ ആരെയും കാണാൻ പറ്റണമെന്ന് പോലും ഇല്ല. അതിൻ്റെ ഒരു വിഷമം. എല്ലാവരെയും മിസ് ചെയ്യും, നന്നായിട്ട് മിസ് ചെയ്യും. പിന്നെ ക്ലാസ്സിലെ ടീച്ചേഴ്സൊക്കെ നല്ല ഇച്ചിരി തരികട പിള്ളേരായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ നല്ല മിസ്സാണ്. ടീച്ചേഴ്സ് പറഞ്ഞാൽ എൻ്റെ പോനോ എന്തായാലും ടീച്ചേഴ്സിനൊക്കെ നല്ല ഓർമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ ആക്ച്വലി 9ാം ക്ലാസ്സിലാണ് ഇവിടെ വന്നത്. അപ്പം ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല. CBSE സ്കൂളിൽ പഠിച്ചിട്ട് ഗവൺമെൻറ് സ്കൂളിൽ വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു. കുറേ കുട്ടികൾ കിട്ടി. അതെ, നല്ല വിഷമമുണ്ട്. ഇനി ഫ്രണ്ട്സിനെ എപ്പോഴാണ്, കുറേ പേര് വേറെ സ്ഥലം, കുറേ ഫ്രണ്ട്സ് കുറേ പേര് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമല്ലോ പഠിക്കാൻ +1. അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യും. അങ്ങനെ പല കുട്ടികളും ഇവിടെ 5ാം ക്ലാസ് മുതൽ 10 വരെ പഠിച്ച കുട്ടികളാണ്. നമ്മൾ എത്രയോ വർഷമായിട്ട് അവർ കാണുന്നതാണ്. അവരുടെ ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് അവർ നമ്മുടെ എല്ലാ അധ്യാപകരെയും അവർ കാണുന്നത്. തിരിച്ച് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ മക്കളെക്കാളുപരി നമ്മൾ കൂടുതൽ സമയം പകൽ സമയത്ത് അവരോടൊപ്പമാണ്. വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ പോകുമ്പോൾ വളരെ വിഷമമാണ്. ഓരോ ബാച്ച് നമ്മുടെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വളരെ വിഷമമാണ്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള പുതിയ അധ്യാപകരെ കിട്ടും. അപ്പോൾ അവർ ആ ലോകത്തേക്ക് കടന്നു പോകും. നമ്മൾക്ക് ഇതേപോലെ ഇവരുടെ ജൂനിയർ ആയിട്ടുള്ള പുതിയ ബാച്ചിനെ നമുക്ക് ലഭിക്കും. അപ്പോൾ അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ ദിവസം ഒരു വിഷമം ഉണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് നമ്മളെക്കാളുപരി കുട്ടികൾക്ക് നമ്മുടെ ഇവിടെ സ്കൂള്, അവരെ കൂട്ടുകാർ, അവരുടെ അധ്യാപകർ അവരെ പിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അത് മാറിക്കൊള്ളും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പ്രത്യേകിച്ചൊന്നുമില്ല, സങ്കടമുണ്ട്. പിന്നെ കാണാൻ പറ്റുന്നതുകൊണ്ട് വിഷമമുണ്ട്. ഇവരെയൊക്കെ വിഷമമുണ്ട്. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഫെയർവെല്ല്, ഓണ സെലിബ്രേഷൻ, ടൂറ്, അതൊക്കെയായിരുന്നു.
ഒരുപാട് സ്കൂൾ മിസ് ചെയ്യും, എല്ലാവരും മിസ് ചെയ്യും, ടീച്ചേഴ്സിനെ മിസ് ചെയ്യും, എല്ലാവരും മിസ് ചെയ്യും.